2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് പൊന്നാനി മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം കൂടുതലായ പൊന്നാനിയിൽ ഇത്തവണ മത്സരം വാശിയേറും. മണ്ഡലം പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. മുസ്ലിം ലീഗിന് വേണ്ടി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങളായിരിക്കും. ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും ഉലയാത്ത ഈ പൊന്നാപുരം കോട്ട നിലനിർത്തുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. പൊന്നാനി കൈവിട്ടാൽ അത് ലീഗിന്റെ ചിറകറ്റതിന് തുല്യമാണ്. മുൻപ് ഇന്നത്തെ മലപ്പുറം മണ്ഡലം മഞ്ചേരി ആയിരുന്ന കാലഘട്ടത്തിൽ കൈവിട്ടു പോയപ്പോഴും കൂറ്റൻ ഭൂരിപക്ഷത്തിന് ലീഗ് നിലനിർത്തിയ മണ്ഡലമാണ് പൊന്നാനി. ആ പൊന്നാനി മണ്ഡലത്തിലെ ചുവപ്പിന്റെ തിരയിളക്കം വല്ലാതെ ലീഗ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് സിറ്റിംഗ് MP ആയ ET മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോലും വൻ വോട്ട് വർധനവാണ് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കേവലം 10,000-ൽ താഴെ മാത്രമാണ് UDFന്റെ ഭൂരിപക്ഷം. ജില്ലയിലെ കോൺഗ്രസിലെ ഭിന്നതയും ഇത്തവണ ലീഗ് സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ലീഗ് കോട്ടയെ തകർക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നോക്കിക്കാണുന്നതും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും റിയാസിനെയാണ് CPM ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രിമാർക്ക് നൽകിയ ചുമതലയുടെ ഭാഗമാണിത്. യുവ നേതാവായ റിയാസിനെ CPM രംഗത്തിറക്കിയതോടെ ലീഗും ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾക്കും പൊന്നാനിയിൽ പ്രത്യേക ചുമതല നൽകിയതായാണ് അറിയാൻ കഴിയുന്നത്. ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങൾക്ക് റിയാസും UDFന്റെ തന്ത്രങ്ങൾക്ക് മുനവർ അലിയുമാണ് നേതൃത്വം നൽകുന്നത്. യുവജന പ്രവർത്തകരെ സജീവമാക്കി രംഗത്തിറക്കുക എന്ന അതേ നിലപാടാണ് ഇടതുപക്ഷത്തിനും ലീഗിനുമുള്ളത്. MSF പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത്തവണ കൂടുതലായി രംഗത്തിറങ്ങും. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരോട് സജീവമാകാനും യൂത്ത് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രചാരണ രംഗത്ത് സജീവമായി രംഗത്തിറങ്ങാൻ പോകുന്നത് DYFI SFI പ്രവർത്തകരാണ്. ഇതിനു പുറമെ AIYF AISF പ്രവർത്തകരും രംഗത്തിറങ്ങും. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണ പ്രതീക്ഷിക്കാമെന്നാണ് റിയാസ് പ്രവർത്തകർക്ക് നൽകുന്ന ഉറപ്പ്. CPM നേതൃത്വ യോഗങ്ങളിലാണ് ഇത് സംബന്ധമായ അന്തിമ തീരുമാനമുണ്ടാകുക. മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ സീറ്റുകളാണ് ഉള്ളത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം MLA-മാരുള്ള ജില്ലയും മലപ്പുറമാണ്. ഇതിൽ 11 എണ്ണവും ലീഗിനാണ്. ഒരു സീറ്റിൽ കോൺഗ്രസും ബാക്കിയുള്ള 4 സീറ്റുകളിൽ ഇടതുപക്ഷവുമാണ് വിജയിച്ചിരിക്കുന്നത്. ലീഗ് വിജയിച്ച പല സീറ്റുകളിലും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഉള്ളതും. പെരിന്തൽമണ്ണയിൽ 38 വോട്ടിനാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലീഗ് ജയിച്ചിരുന്നത്. മങ്കടയിൽ 6,246, തിരൂരിൽ 7,214, തിരൂരങ്ങാടിയിൽ 9,578 എന്നിങ്ങനെയാണ് ലീഗ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം. മഞ്ചേരിയിലും വള്ളിക്കുന്നിലും 10,000-ൽ താഴെയാണ് ഭൂരിപക്ഷമുള്ളത്. കോട്ടയ്ക്കൽ, കൊണ്ടോട്ടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ കാര്യമായ ഭൂരിപക്ഷം അവകാശപ്പെടാൻ കഴിയുകയുമില്ല. കോൺഗ്രസിലെ ആര്യാടൻ പക്ഷം മുടക്കിയാൽ അവിടെ പോലും ലീഗ് നന്നായി വിയർക്കും. ജില്ലയിലെ കോൺഗ്രസിന്റെ ഏക MLA ആയ അനിൽകുമാറിന് എന്തായാലും ഇനി നിയമസഭ കാണാൻ കഴിയില്ല. കോൺഗ്രസിൽ തുടർന്നാലും ഇല്ലെങ്കിലും അനിൽകുമാറിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണമെന്നത് ആര്യാടൻ വിഭാഗത്തിന്റെ ശപഥമാണ്. പഴയ കോൺഗ്രസുകാരെ ഒപ്പം കൂട്ടിയും കോൺഗ്രസ് വോട്ടുകൾ വലിയ രൂപത്തിൽ സമാഹരിച്ചുമാണ് CPM മലപ്പുറത്തെ ലീഗ് കോട്ടകൾ എക്കാലത്തും വിള്ളൽ വീഴ്ത്തിയിരുന്നത്. ലീഗ് കോട്ടയായ താനൂർ നിയോജക മണ്ഡലം മുൻ KPCC അംഗവും തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിരുന്ന V അബ്ദുറഹ്മാനെ ഇറക്കിയാണ് ഇടതുപക്ഷം പിടിച്ചെടുത്തിരുന്നത്. മുൻ യൂത്ത് ലീഗ് നേതാവായ KT ജലീലിനെ ഇറക്കിയാണ് സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് കുറ്റിപ്പുറം മണ്ഡലം ചുവപ്പണിഞ്ഞിരുന്നത്. പിന്നീട് കുറ്റിപ്പുറം തവന്നൂർ മണ്ഡലമായി മാറിയെങ്കിലും ഇടതുപക്ഷ പിന്തുണയോടെ ജലീൽ ഇപ്പോഴും വിജയം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ലീഗിന്റെ ശക്തമായ വോട്ട് ബാങ്കായ സമസ്ത സുന്നി വിഭാഗം പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും അനുകൂല നിലപാടെടുക്കുന്ന സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ പുതിയ കാലത്തും വലിയ പ്രതിസന്ധിയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ നേരിടുന്നത്. പൊന്നാനി ലോക്സഭാ മണ്ഡലം കൈവിട്ടാൽ അതോടെ ലീഗ് അണികളുടെ സകല ആത്മവിശ്വാസവും നഷ്ടമാകും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച് ലീഗിനെ പിളർത്തുക എന്നതാകും ഇടതുപക്ഷത്തിന്റെ പുതിയ അജണ്ടയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.